Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. ചെറിയ ബഡ്ജറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡേൺ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കുറേ ബോക്സുകൾ പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. കേരളത്തിലെ ക്ലൈമറ്റിനും പറ്റുന്ന രീതിയിൽ ഷെയ്ഡുകളും കാര്യങ്ങളും നമ്മൾ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗിയാക്കാൻ വേണ്ടി ബ്ലാക്ക് ക്ലാഡിംഗ് സ്റ്റോൺസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റർ ബോക്സ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഫുള്ള്. സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ സിറ്റൗട്ടിൻ്റെ ബേക്കിലായിട്ട് നമുക്ക് കോർട്ട്യാർഡ് വരുന്നുണ്ട്. GI പൈപ്പ് കൊണ്ടാണ് കോർട്ട്യാർഡും സിറ്റൗട്ടും സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് ഏരിയയും 2 സ്റ്റെപ്പുകൾ, അതിൻ്റെ അകത്ത് താഴത്തെ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും പ്ലാന്റർ ബോക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വലിയ സ്റ്റെപ്പാണ് കൊടുത്തേക്കുന്നത്. സിറ്റൗട്ടിലെ ടൈല് കൊടുത്തേക്കുന്നത് സൊമാനിയുടെ ബ്ലാക്ക് കളറ് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈൽസാണ് ബോർഡർ കൊടുത്തേക്കുന്നത്. നടുക്ക് സൊമാനിയുടെ നോർമൽ ടൈല്. ഇതുപോലെ ബോർഡർ മാറ്റ് ഫിനിഷ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും അറിയില്ല. സിറ്റൗട്ടിൻ്റെ ബേക്കിലായിട്ടുള്ള GI പൈപ്പിൻ്റെ പുറകിൽ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാണികളും കാര്യങ്ങളൊക്കെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ഡോറുകളും വരുന്നത് അലുമിനിയത്തിൽ ഫിനിഷ്ഡ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് കെൻസ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. മദർ ആൻഡ് സൺ കൺസെപ്റ്റിലുള്ള ഡോറ് കൂടിയാണിത്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂമിൽ ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. പാസേജിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് കോർട്ട്യാർഡും ഡൈനിങ് ഹാളും വലത്തെ സൈഡിൽ ഓപ്പൺ കിച്ചണുമാണ് നമുക്ക് വരുന്നത്. ലിവിങ് ഹാളിൽ തന്നെയാണ് പ്രെയർ യൂണിറ്റും TV യൂണിറ്റ് എല്ലാം കൊടുത്തേക്കുന്നത്. TV യൂണിറ്റും പ്രെയർ യൂണിറ്റും ഒറ്റ ഭിത്തിയിൽ തന്നെയാണ് വരുന്നത്. മൾട്ടിവുഡ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അതിൽ വുഡിൻ്റെ കളറും കാര്യങ്ങളും കൊടുത്തേക്കുവാണ്. കൂടുതൽ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ്സും സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രെയർ യൂണിറ്റിൻ്റെ 2 സൈഡിലായിട്ട് സ്നേക്ക് പ്ലാന്റും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് വരുവാണെങ്കിൽ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. ഷോ പീസുകളും ട്രോഫിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ചെറിയ കോളംസ് തിരിച്ചിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ബ്ലൂ, വൈറ്റ്, വുഡൻ കളർ, ഈ 3 കളറാണ് നമ്മൾ വീട് മൊത്തം കളർ പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ലിവിങ് റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഫുൾ ലെങ്ത് വരുന്ന കർട്ടൻസ് ആണ് കൊടുത്തേക്കുന്നത്, ലൈറ്റ് ബ്ലൂ കളറ്. അതുപോലെ തന്നെ സോഫയും കാര്യങ്ങളും ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു പ്രീമിയം ടച്ച് വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ഗോൾഡൻ കാലുകളും ഹാൻഡ് റെസ്റ്റും ഉണ്ട്. ലിവിങ് റൂമിൽ കൂടുതൽ പ്ലാന്റ്സും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അതും ലൈറ്റ് ബ്ലൂ കളറിലുള്ള പ്ലാന്റർ ബോക്സുകൾ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. മെയിൻ ഡോറിൻ്റെ മേലെയായിട്ട് ക്യാൻവാസ് പെയിൻറ്റിംഗ് ഉണ്ട്. ജിപ്സം സീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ കൂടെ സ്ട്രിപ്പ് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നത് ഓട്ടോമേറ്റഡ് റിമോട്ട് കൺട്രോൾഡ് ഫാനാണ്. വീട് മുഴുവൻ വാം കളർ ലൈറ്റാണ് ചൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ടച്ച് നമുക്ക് ഫീൽ ചെയ്യും. വിശാലമായിട്ടുള്ള ജനാലകളാണ് വരുന്നത്. ഡേ ടൈമിൽ ബൾബുകൾ ഇട്ടില്ലെങ്കിലും അത്യാവശ്യം പ്രകാശം ലിവിങ് റൂമിൽ നമുക്ക് കിട്ടും. ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് ചെറിയൊരു പാസേജ് വരുന്നുണ്ട്. വുഡൻ കളർ ടൈൽസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പാസേജിൻ്റെ നേരെ മുമ്പിലായിട്ട് ചെറിയൊരു രൂപക്കൂട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ മുകളിലായിട്ട് വാം കളറുള്ള ഫാൻസി ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ഓപ്പൺ കിച്ചണും ഉണ്ട്. അതല്ലാതെ തന്നെ വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബാർ കൗണ്ടർ വരുന്നുണ്ട് നമുക്ക്. അത് സ്ട്രിപ്പ് ലൈറ്റ്സ് വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ബാർ കൗണ്ടറും ചെയ്തേക്കുന്ന മൾട്ടിവുഡിലാണ്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഫെറോ സിമെൻറ്റിൽ സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ മൾട്ടിവുഡിൻ്റെ ഡോർസും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുകയാണ്. വേൾപൂളിൻ്റെയും ക്രോംഡൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് വരുന്നത്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിട്ട് ഓട്ടോ പെയിൻറ് ചെയ്തിട്ടുള്ള ഡ്രോയേഴ്സാണ് നമുക്ക് വരുന്നത്. സോഫ്റ്റ് ക്ലോസ് ആണ് എല്ലാം വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കൊരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. വീടിൻ്റെ ശ്വാസകോശമായിട്ട് നമുക്ക് വിളിക്കാം. വീടിൻ്റെ മേൽഭാഗം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഭിത്തി ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ആ ഭിത്തി കൂടെ വെള്ളം വീഴുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കോർട്ട്യാർഡിൻ്റെ ഉള്ളിലായിട്ട് നാച്ചുറൽ പെബിൾസും പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം തുറക്കാവുന്ന രീതിയിലാണ് കോർട്ട്യാർഡിലേക്കുള്ള വിൻഡോസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കോർട്ട്യാർഡിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഡൈനിങ് ഹാൾ വരുന്നത്. അവിടെ നമ്മൾ കർട്ടൻസ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കർട്ടൻസ് ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രകാശം നമ്മുടെ വീടിനുള്ളിലേക്ക് കിട്ടും. ഓപ്പൺ ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് ഉണ്ടാകുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സ്ക്വയർ ഫീറ്റ് കൂടുതൽ പോലെ നമുക്ക് അനുഭവപ്പെടും. അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ചെയ്ത ഈ വിൻഡോസ്
ആവശ്യമുണ്ടെങ്കിൽ തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓപ്പൺ കിച്ചന്റെ ബാർ കൗണ്ടറിന്റെ മേലെ ഫാൻസി ലൈറ്റുകൾ വെച്ച് മനോഹരമാക്കി. അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ജിപ്സം സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഡൈനിങ് ടേബിൾ നിർമ്മിച്ചേക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. GI പൈപ്പ് കൊണ്ട് ഫ്രെയിമും മേൽഭാഗത്ത് പ്രിന്റഡ് ഗ്ലാസുമാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന് അനുയോജ്യമായ കളർ നമുക്ക് ചൂസ് ചെയ്യാം. കോർട്ട്യാർഡിന്റെ പുറകിലായിട്ടുള്ള ഫുൾ ലെങ്ത് കട്ടനിൽ അങ്ങോട്ടും സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ജിപ്സം സീലിംഗ് വുഡൻ ഫിനിഷ് വരച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഫാൻസി ലൈറ്റുകളും ആഡ് ചെയ്തിട്ടുണ്ട്. പാസേജ് തീരുന്നിടത്ത് ഒരു ചെറിയ പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിന്റെ യൂണിറ്റ് വരുമ്പോൾ ഫെറോസിമെന്റ് സ്ട്രക്ചർ ചെയ്ത് മൾട്ടിവുഡിലാണ് ഡോറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചേക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നാണ് 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പൈപ്പ് കൊണ്ട് നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബെഡുകളാണ് എല്ലാ റൂമിലും. കാണാൻ മനോഹരവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇങ്ങനെ ബെഡുകൾ നിർമ്മിക്കാം. എല്ലാ റൂമിലും ഇങ്ങനെ സിമ്പിൾ ആയി ജിപ്സം ബോർഡ് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് റൂമുകൾ കാണാൻ ഭംഗിയുള്ളതാക്കുകയും ചൂട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഭിത്തികൾ മനോഹരമാക്കാൻ ഒരു ഭിത്തി സെപ്പറേറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഗോൾഡൻ സ്ട്രിപ്പുകൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. മിറർ യൂണിറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കബോർഡുകളാണ് വരുന്നത്. സിമ്പിൾ രീതിയിലാണ് വാഷ്റൂം ചെയ്തേക്കുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള 2x2 ടൈലാണ് വാഷ്റൂമിൽ യൂസ് ചെയ്തേക്കുന്നത്. വുഡൻ ഡിസൈൻ വരുന്ന ടൈലുകളാണ് സ്റ്റെയറിൽ യൂസ് ചെയ്തേക്കുന്നത്. ഹാൻഡ് റെയിലുകൾ കൊടുത്തേക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ട് അലുമിനിയത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് രാത്രി വിഷ്വൽസ് കാണാം. വീടിന്റെ എല്ലാ ഷെയ്ഡിലും ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകൾ യൂസ് ചെയ്ത് വീട് മനോഹരമാക്കിയിരിക്കുന്നു. By the sounds I'm breathing